വലിയ തിരക്കാണ്. ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ തിങ്ങി നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ നട തുറന്നിരിക്കുന്നു. ആ ദർശനത്തിന് വേണ്ടിയാണ് കുറേ നേരമായി ഭക്തർ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അവിടെ സൂര്യഗായത്രി കൂടിയുണ്ട്. സൂര്യ, അവിടെ എങ്ങനെയാണ് ഇപ്പോഴും? വളരെ ദൂരെ നിന്നുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. 2 ദിവസം 3 ദിവസം മുമ്പൊക്കെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ ചുടുകട്ടകൾ വെച്ചുകൊണ്ട് ആളുകൾ പേപ്പറിൽ പേരെഴുതി സ്ഥലങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ കാലങ്ങളായി ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു രീതി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരുവനന്തപുരം നഗരത്തിൽ എത്തിയപ്പോൾ ഈ കാഴ്ച കണ്ടതാണ്. ആളുകൾ ആ സ്ഥലങ്ങളൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് തങ്ങൾക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സ്ഥലമെല്ലാം കണ്ടെത്തിക്കൊണ്ടുള്ളത്. ഇപ്പോൾ ഇന്ന് രാവിലെ അവിടെ എത്തുന്നത് സമീപ പ്രദേശങ്ങളിലുള്ളവരും ഒക്കെ ആയിരിക്കുമല്ലോ. എങ്ങനെയാണ് ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഈ രാവിലെയും ആളുകൾ വരുന്നുണ്ടോ? എങ്ങനെയാണ് അവിടെയുള്ളൊരു തിരക്ക്? അനന്തപുരിക്ക് ഉറക്കമില്ലാതിരുന്ന ഒരു രാവ് പുലർന്നതേ ആറ്റുകാൽ പൊങ്കാല ദിനം എത്തിയിരിക്കുകയാണ്. അടുത്ത് നിന്നുള്ളവർ മാത്രമല്ല, നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീ ഭക്തജനങ്ങൾ തമ്പാനൂരിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷനാണ്, അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ബസ് സ്റ്റേഷൻ ഉള്ളത്. ഈ 2 സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് രാവിലെ മുതൽ എത്തിയവരുണ്ട്. 2 ദിവസം മുമ്പ് എത്തി ഇവിടെ നേരത്തെ തന്നെ പൊങ്കാല ഇടാനുള്ള അടുപ്പൊക്കെ കൂട്ടി അതിന്റെ തയ്യാറെടുപ്പൊക്കെ നടത്തി കഴിഞ്ഞവരുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമാണ് തിരക്ക് എന്നുള്ളതാണ് എനിക്ക് ഈ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും നിരവധിയായിട്ടുള്ള സ്ത്രീജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതേ ഉള്ളൂ. ഞങ്ങളിവിടെ എത്തിയ സമയത്തൊക്കെ തന്നെ കുറേ പേർ, അതായത് അടുപ്പ് കൂട്ടാൻ സ്ഥലമില്ലാത്ത തരത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയായിരുന്നു. ഇപ്പോഴും കുറേ പേർ ബസ് ഇറങ്ങിയൊക്കെ വരുന്നുണ്ട്. ഇവരൊക്കെ ഇനി എവിടെ അടുപ്പ് കൂട്ടുമെന്നുള്ളതാണ്. കാരണം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. എല്ലാവരും അടുപ്പൊക്കെ കൂട്ടി പൊങ്കാല ഇടാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. എവിടെ നിന്നാ അമ്മ? കൊല്ലം പരവൂര്. കൊല്ലത്ത് നിന്നാ? പരവൂരിന്ന്. എല്ലാ കൊല്ലം വരാറുണ്ടോ? എല്ലാ കൊല്ലം വരാറുണ്ട്. എപ്പോ എത്തി? ഇന്ന് രാവിലെ 5 മണിയായപ്പോ എത്തി. സ്ഥലമൊക്കെ കിട്ടി? സ്ഥലമൊക്കെ കിട്ടി. റെഡിയായോ? എല്ലാം റെഡി. എല്ലാം കല്ലൊക്കെ മേടിച്ചു വെച്ചതേ ഉള്ളൂ. ഇനി വെള്ളമൊക്കെ എടുക്കാൻ പോണം. ബാക്കിയൊക്കെ റെഡി ആയി കഴിഞ്ഞു. എല്ലാം റെഡി. എന്താ അമ്മയ്ക്ക് എന്താ നിവേദ്യം നൽകുന്നേ? നിവേദ്യം പൊങ്കാല ചോറ് മാത്രമേ ഉള്ളൂ. പൊങ്കാല മാത്രം. എവിടെന്നാ അമ്മ? എവിടെന്നാ? നമ്മുടെ പൂതക്കള. എല്ലാ കൊല്ലം വരാറുണ്ടോ? എല്ലാ കൊല്ലം വരാറുണ്ട്. നേരത്തെ എത്തിയോ? നേരത്തെ. എല്ലാവരും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചേച്ചി നേരത്തെ എത്തിയോ? എവിടെന്നാ വരുന്നേ? പൂതക്കളം. നിങ്ങൾ എല്ലാരും ഒരുമിച്ചാണോ വരുന്നേ? ഓക്കെ. ഇവിടെ അടുപ്പുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ എല്ലാം റെഡിയാക്കി കുറച്ചു പേരിങ്ങനെ ഇരിപ്പുണ്ട്. എവിടെന്നാ ചേച്ചി? എവിടെന്നാ വരുന്നേ? കൊല്ലത്തുനിന്ന്. ഒക്കെ കൊല്ലംകാരാണോ? ആന്ന്. എല്ലാ കൊല്ലം വരാറുണ്ടോ? വരാറുണ്ട്. എല്ലാ കൊല്ലവും വരാറുണ്ട്. എത്ര മണിക്ക് എത്തി? എപ്പോ എത്തി? ഇന്നലെ ഞങ്ങൾ എത്തിയത് 12:45 കഴിഞ്ഞ്. ഇന്നലെ എത്തി. അപ്പൊ ഉറക്കമൊക്കെ ശരിയായോ? ഒട്ടും ഉറക്കം ശരിയായിട്ടില്ല. പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറല്ലേ? തയ്യാറാണ്. എവിടെന്നാ അമ്മ? മുണ്ടക്കയം. എല്ലാ കൊല്ലം വരാറുണ്ടോ? ഞാൻ മുണ്ടക്കയത്തുള്ള. എല്ലാ കൊല്ലം വരാറുണ്ടോ? ഇല്ല, ഇവിടെ ആദ്യം വന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് തിരക്കൊക്കെ കണ്ടിട്ട്? നല്ല തിരക്കാ. നല്ല തിരക്ക്. ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചിരുന്നോ? പിന്നെ എവിടെന്നാ ചേട്ടൻ കൂട്ടുവന്നതാണോ? ഭാര്യക്ക് കൂട്ടുവന്നേ. എല്ലാ കൊല്ലം വരാറുണ്ടോ? എല്ലാ വർഷം വരുന്നില്ല, ബൈബ് വരും. എല്ലാ വർഷവും വരും. ഇപ്പൊ എത്രാമത്തെ പൊങ്കാല? ആറാമത്തെ പൊങ്കാലയാ. തിരക്ക് ഇച്ചിരി കൂടുതലാണോ ഇത്തവണ? ഇത്തവണ ഇച്ചിരി കൂടുതലാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം അവിടെ ഇട്ടോണ്ടിരുന്ന അമ്പലത്തിന്റെ അവിടെ. പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ്. ഒരുക്കൊക്കെ പൂർത്തിയായി? വീട്ടിലേക്കൊക്കെ വിളിക്കോ ആങ്ങളെ വിളിച്ചോണ്ടിരിക്കും. പൊങ്കാലയ്ക്ക് തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. എത്രാമത്തെ പൊങ്കാലയാ? 26ാമത്തെ പൊങ്കാല. എവിടെ? നാടെവിടെയാ? കൊല്ലം. ഒരുക്കൊക്കെ പൂർത്തിയായോ? എന്താ ദേവിക്ക് എന്താ നിവേദ്യം നൽകുന്നത്? പായസം. എപ്പോ എത്തി? ഇന്നലെ. 26ാമത്തെ പൊങ്കാലയാണ്. അതുപോലെ കന്നി പൊങ്കാല ഇടുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരും അവരുടെ തയ്യാറെടുപ്പൊക്കെ പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോ അധിക സമയമൊന്നും ആയിട്ടില്ല. 6 മണിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എല്ലാം റെഡിയാണ്.
കുറെ പേരൊക്കെ തേങ്ങയൊക്കെ ചെരുകുന്നുണ്ട്. അപ്പോൾ ഇനി ആ പണ്ടാരടുപ്പിലേക്ക് തീ പകരാനുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ചിലർക്ക്, അതായത് എന്നും പൊങ്കാലിടാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ അവരുടെ കാത്തിരിപ്പാണ് ഇന്നിപ്പോൾ സഫലമാകാൻ പോകുന്നത്. എവിടെന്നാ ചേച്ചി? ഞങ്ങള് കൊല്ലം കരുനാഗപ്പള്ളി. കൊല്ലംകാരാ? എപ്പോ എത്തി? കരുനാഗപ്പള്ളി ഇന്നലെ വെളുപ്പിനെ വന്നു. എല്ലാം പൂർത്തിയായോ? ഒരുക്കൊക്കെ പൂർത്തിയായോ? എല്ലാമായി. പുഴുങ്ങാനുള്ളതെല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്നു. എല്ലാ കൊല്ലം വരാറുണ്ടോ? ആ, എല്ലാ കൊല്ലം 10-15 വർഷം കൊണ്ടേ വരുന്നത്. 15ാമത്തെ പൊങ്കാലയാണോ? തിരക്ക് കൂടുതലാണോ? തിരക്ക് ഈ വർഷം ഇഷ്ടം പോലെ, ശരിക്കും കൂടുതൽ. ദേവിയെ കാണാൻ പറ്റും? അമ്പലത്തിൽ പോയോ? ഇന്ന് പോയി കണ്ട്, ഇന്നലെ പോയി കണ്ടായിരുന്നു. ഇന്നലെ ചെന്നപ്പോ നടയടച്ചു പോയി അവിടെ കിടന്ന് പിന്നെ ദേവിയെ കണ്ടിട്ടാ വന്നത്. പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? ഉണ്ട്. എവിടെന്നാ നിങ്ങൾ? കൊല്ലംകാരാണോ? എപ്പോ എത്തി? ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് എത്തി. ഉറക്കമൊക്കെ ശരിയായോ? ഉറക്കൊന്നും ശരിയായില്ല. പൊങ്കാലയ്ക്കുള്ള ഒരുക്കൊക്കെ പൂർത്തിയായില്ലേ? പൂർത്തിയായി. ഈ പുറകേട്ടോ. അപ്പോ അതേ ഒരുക്കമൊക്കെ പൂർത്തിയായി, എല്ലാവരും തയ്യാറെടുക്കുകയാണ്. ഇവിടെ ഈ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുക്കമൊക്കെ പൂർത്തിയായി, അവരൊക്കെ പൊങ്കാല ഇടാൻ ഉള്ള ഒരു കാത്തിരിപ്പാണ്. അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയാണ്. ഇനി അവർക്ക് സ്ഥലം കണ്ടുപിടിക്കണം, എവിടെയാണ് പൊങ്കാല ഇടേണ്ടത് എന്നതിൻ്റെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അടുപ്പൊക്കെ കൂട്ടി അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു തിരക്കാണ്. ഇത് ഇന്നലെ രാത്രി മുതൽ വന്ന് സ്ഥലം പിടിച്ചിരിക്കുന്നവരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏകദേശം തമ്പാനൂരിൽ എല്ലാ സ്ഥലത്തും പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ വലിയ തിരക്ക് ഇത്തവണ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതെന്റെ തോന്നൽ മാത്രമല്ല, അത് ഈ വന്നിറങ്ങുന്ന സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട്. അമ്പലത്തിലേക്ക് ദേവീ ദർശനത്തിന് പോകുമ്പോഴായാലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷം മാത്രമാണ് പലർക്കും ദേവീ ദർശനമൊക്കെ സാധ്യമായത്. എവിടെന്നാ ചേച്ചി? ഞാൻ കൊല്ലം മുഖത്തലേന്ന്. ഈ ഏരിയ മുഴുവൻ കൊല്ലംകാരാണോ? കൊല്ലക്കാരാ. നിങ്ങളൊക്കെ ഒരുമിച്ചാണോ വന്നേ? ഞങ്ങളെല്ലാം ഒരുമിച്ചാ വന്നേ. എല്ലാ കൊല്ലം വരാറുണ്ടോ? എല്ലാ കൊല്ലവും വരാറുണ്ട്. ഇപ്പൊ എത്രാമത്തെ പൊങ്കാല? ഇപ്പൊ ഒരു 30 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട്. 30ാമത്തെ പൊങ്കാലയാ. ഇത്തവണ തിരക്ക് കൂടുതലാണോ? ഇത്ര ഇല്ലായിരുന്നു മോളെ, അന്നൊന്നും ഇത്ര ഇല്ല. ഇപ്പോഴാ ഇത്ര തിരക്ക്. മുടങ്ങാതെ വരാറുണ്ടോ? മുടങ്ങാറ് അസുഖമാകുമ്പോ വരത്തില്ല. ഒരു കൈക്ക് കഴിഞ്ഞ കൊല്ലം വന്നില്ല. ഇവിടെ ഒരു അമ്മ പൊങ്കാലയ്ക്ക് ഇടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അമ്മ, എത്രാമത്തെ പൊങ്കാലയാ? 30 വർഷം കൊണ്ടിട്ട്. 30 വർഷമായിട്ട് പൊങ്കാല വരാറ്. കൊല്ലംകാരിയാണോ? എപ്പോ എത്തി? ഞാൻ അവിടുന്ന് ബസ്സിന് വന്നു. നാട്ടിലോട്ട് ഒരു 2 മണിക്ക് എത്തി. ഉറങ്ങാനൊക്കെ പറ്റിയോ? വെളുപ്പിനെ. എല്ലാ കൊല്ലം ഇവിടെ തന്നെയാണോ ഇടാറ്? ഇവിടെ ഇതിന് മുമ്പ് ആദ്യമൊക്കെ അമ്പലത്തിന്റെ അടുത്തിടുമായിരുന്നു. ഇപ്പൊ ഇവിടെ ആക്കി. ദേവിയെ കണ്ടോ? കണ്ടു. ഇന്ന് മെനങ്ങാന്ന് വന്ന് കണ്ടു. തിരക്ക് കൂടുതലാണോ? അത് ശരിക്കും ആളായിരുന്നു. ഇഷ്ടം പോലെ. മുടങ്ങാതെ വരാറുണ്ടോ? എല്ലാ വർഷവും വരും. പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? ഭഗവാനൊക്കെ നിന്ന് കഴിവും. അത്രയേ ഉള്ളൂ. എല്ലാ തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് പൊങ്കാല ഇട്ടാൽ മതി. മുടങ്ങാതെ വരാറുള്ളവരാണ്. കാരണം ഈ ആറ്റുകാൽ പൊങ്കാല എന്നുള്ളത് ഒരു ഉത്സവ ആഘോഷത്തിനപ്പുറം ഈ സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരികമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ് എന്നുള്ളതാണ്. ഒരു തവണ വന്ന് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് മുടങ്ങാതെ എല്ലാ വർഷവും പൊങ്കാല ഇടാൻ തോന്നുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ചിലർ തങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമായതിന്റെ ഒരു സന്തോഷത്തിൽ ദേവിക്ക് നിവേദ്യം സമർപ്പിക്കാൻ വരുന്നവരാണ്. ചിലർ അവരുടെ സങ്കടങ്ങൾ ദേവിയുടെ മുന്നിൽ ബോധിപ്പിക്കാൻ പൊങ്കാല സമർപ്പിക്കാൻ വരുന്നവരാണ്. അങ്ങനെ ഓരോരുത്തർക്കും പൊങ്കാല ഇടാൻ ഓരോ ആവശ്യങ്ങളാണ് എന്നുള്ളതാണ്. അവർ അത് നിറഞ്ഞ മനസ്സോടെ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുകയാണ്. എന്തായാലും ഇവിടെയൊക്കെ ഞാൻ നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വലിയ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഭക്തജനങ്ങൾ തമ്പാനൂരിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവർക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കാൻ കേരള പോലീസും അതുപോലെ തന്നെ മറ്റ് വകുപ്പുകളിലെ ജീവനക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് പൊങ്കാല ഇടാൻ വരുന്നവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയാണ് ഇന്നത്തെ ദിവസം ഇവരെ സ്വീകരിക്കുന്നത് തലസ്ഥാന നഗരി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, ഇത്തവണ നേരത്തെ ചടങ്ങുകൾ പൂർത്തിയാകുമെന്നുള്ള ഒരു കാര്യമാണ്.
മനസ്സിലാക്കുന്നത് 9:15 കൂടി തന്നെ ശുദ്ധപുണ്യാഹ ചടങ്ങുകൾ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എവിടെ നിന്ന് ചേച്ചി വരുന്നേ? കരുനാഗപ്പള്ളി, ആലപ്പാട്. നേരത്തെ തുടങ്ങിയോ? തുടങ്ങി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നേരത്തെ കഴിയൂല. എവിടെന്നാ എത്തി? ഞങ്ങള് ഇവിടെ 2:30 ആയപ്പോ എത്തി. ആരാ നാട്ടുകാരെല്ലാരും ഒരുമിച്ചാണോ വന്നേ? 3 പേര്. എല്ലാ കൊല്ലം വരാറുണ്ടോ? ഇല്ല, ഇപ്പൊ 2 കൊല്ലം കൊണ്ട് സുഖമില്ലാത്തോണ്ട് വരാതിരുന്ന, ഇപ്പൊ വരാൻ തുടങ്ങിയുള്ളൂ. കഴിഞ്ഞ വർഷം വന്നില്ലേ? തിരക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാ പ്രാവശ്യത്തെ കഴിയും. ഇവിടെ അപ്പോൾ അതിൻ്റെ ഉള്ള പൊങ്കാലയ്ക്ക് ഇടാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്ന ഒരു നിമിഷത്തിനായിട്ടുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. ആ നിമിഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ നിറയും, പുക കൊണ്ട് ഈ തലസ്ഥാന നഗരി ആകെ നിറയും. അത് ഇവരുടെ ഒരു സ്നേഹമാണ്. ഈ സ്ത്രീകളായിട്ടുള്ള ഭക്തജനങ്ങളുടെ അമ്മയോടുള്ള, ആറ്റുകാൽ ദേവിയോടുള്ള സ്നേഹമാണ്, പ്രാർത്ഥനയാണ് എന്നുള്ളതാണ്. നമ്മൾ ഇവിടേക്ക് നോക്കുമ്പോൾ പോലീസുകാരൊക്കെ സർവ്വസജ്ജമായി റെഡി ആയിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടനടി തന്നെ ഇടപെടാൻ തക്കം എല്ലാ പോലീസുകാരും എല്ലാ സ്ഥലങ്ങളിലും അവർ അണിനിരന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, നമ്മുടെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി തൊട്ടരികിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആ രീതിയിൽ വലിയ സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ അവിടെ ഉണ്ട്. ക്രിസ്റ്റീന, കൊല്ലത്ത് നിന്ന് റിപ്പോർട്ടിങ്ങിന് സൂര്യഗായത്രി പോയപ്പോൾ കൊല്ലത്ത് നിന്ന് ഒരു വലിയ സെറ്റ് ആളുകളെ കൊണ്ടുപോയതുപോലെ സൂര്യ സംസാരിക്കുന്നതെല്ലാം കൊല്ലംകാരോടാണ്. ഇനി സൂര്യ മാത്രമല്ല, 24-ന്റെ ഒരു വലിയ പെൺപട ടീം തന്നെ ഉണ്ട് ഈ പൊങ്കാല റിപ്പോർട്ടിങ്ങിനായി തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.